എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നവധാന്യ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് നവധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടോ സോഫ്റ്റ് ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1.5 കപ്പ് നവധാന്യം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടതാണ്. ഇതിട്ടിട്ടിപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇതിനകത്ത് ഒരുവിധം എല്ലാ പയറുവർഗ്ഗങ്ങളും പരിപ്പും അടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരേ അളവിലാണ് എല്ലാ ധാന്യങ്ങളും ഉള്ളത്. ഇതിങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. എല്ലാ ധാന്യങ്ങളും ഒന്നിച്ച് മിക്സ് ചെയ്താണ് കിട്ടുന്നത്. ഇത് മേടിക്കാൻ കിട്ടാത്തവർ നമ്മുടെ വീട്ടിലുള്ള പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം കൂടെ ഏകദേശം ഒരേ അളവിൽ മിക്സ് ചെയ്ത് ഇതുപോലെ കുതിർത്തെടുത്താൽ മതി. 2 മണിക്കൂർ കുതിരാൻ വെക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് അരയ്ക്കാനുള്ള പാകത്തിനായി കിട്ടും. ധാന്യങ്ങളെല്ലാം ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരയ്ക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്ത് വെച്ച കൂട്ട് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും ഉപ്പും അല്ലാതെ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. കൂട്ടിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഒട്ടും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അരച്ച ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്ററും ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള ചട്നി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കിയ ഉടനെ ചൂടോടുകൂടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. കുറച്ച് തേങ്ങ, എരിവിനുള്ള പച്ചമുളക്, സവോള, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കൂട്ടുകളെല്ലാം മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കടുക് പൊട്ടിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഗ്രീൻ ചട്നിയാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കറിയും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ദോശക്കല്ലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണ ദോശ പരത്തുന്ന പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ചും കൂടെ കനം കുറച്ചാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഈ ദോശ അടച്ചു വെക്കാതെയാണ് ചുട്ടെടുക്കുന്നത്. ഇത് സോഫ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ ചുട്ടെടുക്കാം. ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചുട്ടെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. കുട്ടികൾക്കിത് രാവിലെയോ വൈകുന്നേരമോ രാത്രിയിലോ ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ്. രാവിലെ ദോശ ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നവധാന്യ ദോശ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടമാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.